Hello. Hello. Okay, good morning, one and all. Okay, good morning, one and all. ഇന്നലത്തെ ചില ഇഷ്യൂസ് കാരണം ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ഇതിപ്പം സ്ട്രീമിംഗ് സ്മൂത്ത് ആയത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഇവിടെ കവർ ചെയ്യാം. കഴിയുന്നത്ര ഞാൻ കവർ ചെയ്യാം. നമുക്ക് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിലേക്ക് മൂവ് ചെയ്യണം, കോളേജിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ആർഡിനോ. Okay, what is Arduino? At the heart of the Arduino is the microcontroller. A microcontroller is a standalone single-chip integrated circuit that contains a CPU, read-only memory, random access memory, and various I/O buses. The Arduino Uno R3, which we will be using, uses the Atmega 328 chip. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർഡിനോ ബോർഡ്സ് അവൈലബിൾ ആണ്. ആർഡിനോ ബോർഡുകൾ ഇപ്പം ആർഡിനോ യുനോ നമ്മളിപ്പോൾ പഠിക്കാനുള്ള ഒരു ബോർഡാണ്. കൂടാതെ ആർഡിനോ നാനോ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡിഫറെൻ്റ് ആർഡിനോ ബോർഡ്സ് കിട്ടാനുണ്ട്. അപ്പോൾ ഈ ആർഡിനോ ബോർഡിൽ, ഈ ആർഡിനോ യുനോ എന്ന് പറയുന്ന ബോർഡിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോ കൺട്രോളറിൻ്റെ പേരാണ് അറ്റ്മെഗ എന്ന് പറയാം, അറ്റ്മെഗ 328 ചിപ്പ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്പെക്സ് ആർ ഫ്ലാഷ് മെമ്മറി 32 KB അറ്റ്മെഗ 328P, ഓഫ് വിച്ച് 0.5 KB ഈസ് യൂസ്ഡ് ബൈ ദ ബൂട്ട് ലോഡർ. ബൂട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് സാധാരണ കമ്പ്യൂട്ടറിലുള്ള പോലെ തന്നെ ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സിസ്റ്റം ഓൺ ചെയ്താൽ ലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ബൂട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലത് 0.5 KB അത്തരത്തിലത് യൂസ് ചെയ്യുന്നുണ്ട്. SRAM 2 KB, then EEPROM 1 KB, ക്ലോക്ക് സ്പീഡ് 16 MHz. 16 MHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. However, do not be concerned if you do not understand all those specifications, because we will be interacting with the microcontroller using the interface that Arduino board provides us. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ടെക്നിക്കൽ സ്പെക്ക് കാണുമ്പോൾ പെട്ടെന്നത് കൺഫ്യൂസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്കത് ഇത് ലേൺ ചെയ്തതിൻ്റെ പ്രോസസ്സിൽ സ്ലോലി നമുക്ക് എന്താണെന്നത് മനസ്സിലാക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡിനെ കുറിച്ചാണ്. പിന്നെ ഫ്ലാഷ് മെമ്മറി എത്രയുണ്ടെന്നുള്ള അറിഞ്ഞിരുന്നാൽ അത് നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റു കാര്യങ്ങളെല്ലാം ഇൻറ്റേർണലാണ്. അപ്പോൾ അത് അത്രത്തോളം നമുക്കിപ്പം നിലവിൽ ആവശ്യമില്ല. ഏതായാലും നമ്മളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് വരുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇറ്റ് ഈസ് good to know these specifications as you begin to develop more complex applications, because they do not put limits on what we can do. What is Arduino? The Arduino is an open source hardware and software platform that is incredibly powerful yet easy to use. അപ്പോൾ ആർഡിനോ കൊണ്ടുണ്ടാകുന്ന സ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒത്തിരി ആപ്ലിക്കേഷൻസിൽ IoT ആപ്ലിക്കേഷൻസ് പ്രത്യേകിച്ചും നമുക്ക് ഈ ആർഡിനോ വെച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഇതൊരു ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എൻറ്റയർ സപ്പോർട്ട് നമുക്ക് ഈ ഓപ്പൺ സോഴ്സ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഹാർഡ്വെയർ ആണെങ്കിലും ഇനി കോഡിങ്ങിനുള്ള ഹെൽപ്പാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ഈസിലി അവൈലബിൾ ആണ്, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട്. You can look at
and download the code from any of the Arduino repositories on GitHub here, that is https://github.com Arduino. ഈ കാണുന്ന അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ, വെബ് അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ആ ലിങ്കിൽ ആ പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന HTTPS ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. Arduino പ്രോഗ്രാം ചെയ്യാൻ ആവശ്യമുള്ള നമ്മൾ IDE ആവശ്യമുണ്ടാവും. അപ്പോൾ IDE ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് നമുക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. This platform has captured the imagination of electronic enthusiasts and the maker community everywhere. It enables people to see inexpensively and experiment with electronic prototypes and see their projects come to life. നമുക്ക് എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ ഉണ്ട്, ഇത്തരത്തിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഇതിൻ്റെ IDE നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഇതിൻ്റെ നമ്മൾ Arduino Uno എന്ന് പറഞ്ഞ ബോർഡ് നമുക്ക് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് വളരെ കോസ്റ്റ് കുറവാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. Projects can range from simply making an LED blink to or recording the temperature to controlling 3D printers or making robots. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതായത് സിമ്പിളായിട്ടുള്ള LED ബ്ലിങ്ക് ചെയ്ത് മുതൽ റോബോട്ടുകളെ ഉണ്ടാക്കാൻ വരെ 3D പ്രിൻറ്റിങ് കൺട്രോൾ ചെയ്യാൻ വരെ നമുക്ക് ഇത്തരത്തിൽ ഈ ബോർഡ് കൊണ്ട് സാധിക്കും. While there are numerous models of the Arduino, in this course we will primarily be using the very popular Arduino Uno R3 board. നമുക്കിവിടെ പഠിക്കാനുള്ളതും ഈ Arduino Uno എന്ന് പറഞ്ഞ ബോർഡിനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. Arduino Uno R3 ബോർഡ് ലേഔട്ട്. ഇത് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ബോർഡിൻ്റെ ഡയഗ്രാം നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതിനൊരു സ്കീമാറ്റിക് എനിക്കിപ്പം നിലവിൽ അത് കാണിക്കാനില്ല. പക്ഷേ ഈ ഡയഗ്രാം നിങ്ങൾ സ്കീമാറ്റിക് ആക്കി മാറ്റി വരച്ചാൽ മതി. ഈ പറയുന്ന ഇതേപോലെ എക്സാക്റ്റ് ബോർഡ് ഇരിക്കണം. അതിൻ്റെ ലേഔട്ട് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഈ കാണുന്ന ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ATmega 328 മൈക്രോ കൺട്രോളർ നിങ്ങൾക്ക് ഇവിടെ കാണാം. കഴ്സർ ഇച്ചിരി ചെറുതാണ്. കഴ്സർ ഞാൻ ലാപ്ടോപ്പിൽ നിന്നാണ് ഇന്ന് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് OBS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പോയിൻ്ററായിട്ട് വേറെ പോയിൻറ്റിങ്ങും ഡിവൈസൊന്നും ഇല്ല. തൽക്കാലം ഞാൻ മൗസ് പോയിൻ്റർ തന്നെ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ ഈ കാണുന്ന ATmega 328 മൈക്രോ കൺട്രോളറാണ്. കൂടാതെ ഇവിടെ USB പോർട്ട് കാണാം, റിസെറ്റ് ബട്ടൺ കാണാം. പിന്നെ ഇത് പ്രധാനപ്പെട്ട ഈ പോർട്ടുകൾ ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ടും അതുപോലെ PWM കണക്റ്റേഴ്സ്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. PWM സ്റ്റാൻഡ്സ് ഫോർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഇത്തരത്തിൽ നമുക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഔട്ട്പുട്ട് ഉപയോഗിച്ച് LED-യുടെ ബ്രൈറ്റ്നെസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡിജിറ്റൽ ഔട്ട്പുട്ടുകൾ ഉപയോഗിച്ച് LED-യെ കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. അത്തരത്തിൽ നമുക്ക് ഇൻ്റർഫേസ് പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ കാണാം. ഇവിടെ ഒരു DC സപ്ലൈ യൂണിറ്റ് കാണാം. ഒരു ചെറിയൊരു കണക്ടറാണ്. ഈ കണക്ടറിലേക്ക് നമ്മൾ ഒരു SMBS പവർ സപ്ലൈയുടെ പിന്ന് എടുത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണക്ടർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പവർ ആൻഡ് എക്സ്റ്റേണൽ റിസെറ്റ് നമുക്കിവിടെ പവർ സ്വിച്ച് കൊടുക്കണമെങ്കിൽ ഓപ്ഷനിൽ ഇവിടെ ഒരു കണക്ടറിലേക്ക് കൊടുക്കാം. ദെൻ അനലോഗ് കണക്ടേഴ്സ്. ഇവിടെ അനലോഗ് സിഗ്നൽസ് നമുക്ക് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ഇൻബിൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അനലോഗ് സിഗ്നൽസ് നമുക്ക് നേരിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. ഇത് വളരെ യൂസ്ഫുള്ളാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ഹാർഡ്വെയർ കൂടാതെ തന്നെ ഈ സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഈ ഒരു ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കും. DC supply unit. The DC supply input can be used with an AC to DC power adapter or a battery. The power source can be connected using a 2.1 mm സെൻറ്റർ പോസിറ്റീവ് പ്ലഗ്. ഇവിടെ സെൻറ്റർ പോസിറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ കണക്ടർ ഒരു പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പിന്ന് പോസിറ്റീവാണ്. ഔട്ടർ റിംഗ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ദി Arduino Uno operates at 5 volts but can have a maximum input of 20 volts. However, it is recommended to use not more than 12 volts. അപ്പോൾ നമുക്കിവിടെ Arduino Unoയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ആകപ്പാടെ കുറഞ്ഞ വോൾട്ടേജ് മതി. പക്ഷേ നമുക്ക് ഇവിടെ റെഗുലേറ്റേഴ്സൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വോൾട്ടേജ് നമുക്ക് എക്സ്റ്റേണലി കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ 12 വോൾട്ടിൽ കൂടുതൽ കൊടുക്കേണ്ടെന്നാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്.
Voltage regulator. The Arduino uses a linear regulator to control the voltage going into the board. ഇവിടെ നമുക്കിവിടെ കാണാം ഒരു വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് റെഗുലേറ്റഡ് ഔട്ട്പുട്ടാണ് ഇവിടെ ബോർഡിൽ യൂസ് ചെയ്യുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ഡിവൈസുകളിലേക്ക് മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കുന്നത്. USB port. The USB port can be used to power and program the board. ഇതൊരു USB പോർട്ട് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് IDE അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നമുക്ക് പിന്നെ കമ്പൈൽ ചെയ്യുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഗ്രാം അതിനെ നമുക്ക് ഈ കിറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഈ ബോർഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് യൂസിന് വേണ്ടി അല്ലെങ്കിൽ സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനോ അല്ലെ റോബോട്ടിക് ആം അത്തരത്തിൽ മോട്ടറിനെ കൺട്രോൾ ചെയ്യാനോ DC മോട്ടറിനെ കൺട്രോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ സെൻസർ നമുക്കിതിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാനൊക്കെ സാധിക്കും. Then we have a reset button. This reset button is when this is pressed, it will reset the board. So moving to the next slide. ICSP for USB. The in-circuit serial programming pins. ഇവിടെ ICSP stands for in-circuit serial programming pins. Are used to flash the firmware on the USB interface chip. ഇതിനെ നമുക്ക് USB എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി. അതായത് ഫേംവെയർ, അതായത് ഇതിൻ്റെ ബോർഡിൽ നമുക്ക് ഫേംവെയർ എന്ന് പറയുന്നത് മാനുഫാക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനാണ് സാധാരണ ഫേംവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് ഫ്ലാഷ് ചെയ്യാനായിട്ട് അതിൻ്റെ USB ഇൻ്റർഫേസ് ഉപയോഗിക്കാം. ICSP for Atmega 328. The in-circuit serial programming pins. വീണ്ടും ICSP വേറെ എന്തിനാണ് ഉപയോഗിക്കുക? ദറ്റ് ഈസ് ഫോർ Atmega 328. ഇവിടെ Atmega 328 നമുക്ക് ചിപ്പ് മൈക്രോ കൺട്രോളർ കാണാം. Are used to flash the firmware on the Atmega micro controller. അപ്പോൾ ഈ Atmega മൈക്രോ കൺട്രോളറിൻ്റെ ഫ്ലാഷ് മെമ്മറി നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് യൂസ് ടു ഫ്ലാഷ് ദി ഫേംവെയർ ഓൺ ദി Atmega മൈക്രോ കൺട്രോളർ. അപ്പോൾ ഈ ഫ്ലാഷ് ചെയ്യുക എന്ന് പറയുന്ന അർത്ഥം ഫ്ലാഷ് മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, കണ്ടൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, Atmega 328, ദി മൈക്രോ കൺട്രോളർ ഫോർ ദി Arduino Uno ബോർഡ്. സോ ഇവിടെ ഈ Arduino Uno ബോർഡിലെ മൈക്രോ കൺട്രോളറാണ് Atmega 328 എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം Atmega 328 മൈക്രോ കൺട്രോളർ. Digital and PWM connectors. So these pins labeled 0 to 13. ഇവിടെ നമുക്ക് കാണാം, ഈ കാണുന്നതാണ് ഡിജിറ്റൽ ആൻഡ് PWM കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കണക്ടർ അടുപ്പിച്ച് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ പിന്നുകൾ നമുക്ക് 0 മുതൽ 13 വരെയുള്ള പിന്ന് ക്യാൻ ബി യൂസ്ഡ് ഐദർ ആസ് ഡിജിറ്റൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പിൻസ്. ഇവിടെ നമുക്കിത് ഡിജിറ്റൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്, അതായത് IO ഓപ്പറേഷന് വേണ്ടി ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. The pins labeled with the tilde can be used for pulse width modulation, PWM output. എക്സെപ്ഷൻ ആയിട്ട് ഇവിടെ നമുക്ക് ഒരു ടിൽഡ് സിമ്പിൾ കാണാം. ചില പിന്നിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ടിൽഡ് സിമ്പിൾ ഇട്ടിട്ടുണ്ട്. ഈ ടിൽഡ് സിമ്പിൾ ഇട്ടിട്ടുള്ളതെന്ന് പറയുന്നത് അത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത് പൾസിൻ്റെ വിഡ്ത്ത് നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് നമുക്ക് LED-യിലേക്ക് കണക്ട് ചെയ്താൽ ഈ LED-യുടെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. കാരണം പൾസ് ഓൺ ടൈം ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഓൺ ടൈമും ഓഫ് ടൈമും ചേരുന്നതാണ് ഒരു എൻറ്റയർ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഓൺ ഓഫ് ടൈമിനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് അതിൻ്റെ വിഡ്ത്ത്, പൾസിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് LED ബ്രൈറ്റ്നസ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പവർ ആൻഡ് എക്സ്റ്റേണൽ റിസെറ്റ്. ദീസ് പിൻസ് in this header provide ground and power for external devices and sensors from the Arduino. അപ്പോൾ നമുക്കിവിടെ പവർ ഔട്ടും ഉണ്ട്. അതായത് നമുക്ക് പവർ എക്സ്റ്റേണൽ ആയിട്ട് ഒരു സെൻസർ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഡ്യൂൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന് ഷീൽഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഷീൽഡ് എന്നും ഉപയോഗിക്കാം. ഷീൽഡ് ഇതിൻ്റെ പുറത്ത് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഡീഷണൽ ബോർഡുകളെ നമ്മൾ ഷീൽഡ് എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ അതിലേക്കുള്ള പവർ കൊടുക്കാൻ, അതായത് എക്സ്റ്റേണലി പവർ എടുക്കാനായിട്ട് നമുക്ക് ഈ ബോർഡിൽ സാധിക്കും. The Arduino can also be powered through these pins.
അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ പവർ ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. ആർഡിനോ പവർ ചെയ്യാൻ നമുക്ക് ഈ പിൻസ് തന്നെ ഇവിടെ സാധിക്കും. There is also a reset pin that can be used to reset the Arduino. ഇവിടെ ഒരു റിസെറ്റ് പിന്ന് നിങ്ങൾക്ക് കാണാം. ഈ റിസെറ്റ് പിന്ന് റെഡ് കളറിൽ കാണുന്ന റിസെറ്റ് പിന്ന് നമുക്കത് Arduino റിസെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. Analog in connectors. The pins labels A0 to A5 can be used for analog input. ഇവിടെ നമുക്ക് ലേബൽ ചെയ്ത് കാണാം. അനലോഗ് കണക്ടേഴ്സ് ഇവിടെ കാണാം. ഈ അനലോഗ് കണക്ടേഴ്സിൽ ഈ പിന്നുകൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പിന്നാണ് ഇവിടെ അറ്റ്മെഗ എന്ന് എടുക്കുന്നത്. അത് അനലോഗ് പിന്നാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അനലോഗ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു പക്ഷേ. A0, A1, A2, A3, A4 ആൻഡ് A5. അപ്പോൾ A0 through A5 പിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അനലോഗ് പിൻസ് ആണ്. അപ്പോൾ അതിനുള്ള അനലോഗ് കണക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. And these pins can be used to read the output from the analog sensors. അപ്പോൾ അനലോഗ് സെൻസേഴ്സ് എന്നുള്ള സിഗ്നൽസിനെ നമുക്കിവിടെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. Arduino ഷീൽഡ്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ട ഹാർഡ്വെയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം, ഈ ബോർഡിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, ഈ ബോർഡിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. An Arduino shield is a modular circuit board that plugs directly into the pin headers of the Arduino board. And these shields will add extra functionality to the Arduino board. And if you are looking to connect to the internet, do speech recognition, control DC motors, or add other functionality to the Arduino, there is probably a shield that can help us. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ, നമ്മുടെ ഇമാജിനേഷനോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതായ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതിനാവശ്യമുള്ള ഹാർഡ്വെയർ, അതായത് മൊഡ്യൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ മൊഡ്യൂൾസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ബോർഡിൽ നേരത്തെ കാണിച്ച ആർഡിനോ യൂണോ ബോർഡിലേക്ക് പ്ലഗ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് അത്തരത്തിൽ നമുക്ക് DC മോട്ടറുകളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള മൊഡ്യൂളുകൾ അല്ലെങ്കിൽ ഷീൽഡുകൾ അവൈലബിൾ ആണ്. While you don't have to use shields, they do make adding extra functionality to our Arduino boards very easy. അപ്പോൾ നമുക്കിത് നിർബന്ധമില്ല, ആവശ്യം നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് വേണ്ടത് മാത്രം നമുക്കിവിടെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുള്ളതായിട്ട് ഇത് കാണാം. അപ്പോൾ ഇത് ഓഡിയോ സിഗ്നൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ്, അതിലേക്ക് ഒരു ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു സ്പീച്ച് റെക്കഗ്നിഷന് വേണ്ടിയ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് മൈക്ക് ഉപയോഗിച്ചിട്ട്. ഇത്തരത്തിൽ ക്യാമറ ഉള്ള മൊഡ്യൂൾസ് നമുക്കുണ്ട്, ബോർഡുകളും നമുക്ക് അവൈലബിൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ബോർഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി Arduino യൂണോ കഴിഞ്ഞിട്ട് വരുന്ന പിന്നീടുള്ള അപ്ഗ്രേഡഡ് ബോർഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ഫങ്ഷനാലിറ്റി ഉണ്ട്. സോ Arduino ലുക്സ് വിത്ത് 2 ഷീൽഡ്സ് അറ്റാച്ച്ഡ്. ഇവിടെ Arduino താഴെ കാണുന്ന Arduino ബോർഡ് ഇവിടെ കാണാം. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഷീൽഡുകളാണ് കാണിച്ചിരിക്കുന്നത്. A shield fits on top of the Arduino by plugging directly into the pin headers, and we can also stack one shield on top of the other if they do not use the same resources. Here is how it can be done. So ഇവിടെ Arduinoയിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള മോഡ്യൂൾസ്, അതായത് ഇതിനെ ഷീൽഡ് എന്നാണ് വിളിക്കുന്നത്, ആ ഷീൽഡുകൾ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് പ്ലഗ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ താഴെ കാണുന്നതാണ് Arduino ബോർഡ്. And Arduino pin, there is a total of 31 pins in the Arduino Uno pin headers. ഇതൊന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, എത്ര പിൻസ് ആണുള്ളത്. There are 31 pins in the Arduino Uno pin. Most of these pins can be configured to perform different functions. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓരോ പിന്നിൻ്റെ ഫങ്ഷനാലിറ്റി, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ബോർഡിൻ്റെ. ഇപ്പോൾ ഇത് ഈ ഒരു ലേ ഔട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം, ഡയഗ്രാം ബുക്കിലേക്കൊന്ന് എഴുതി വയ്ക്കാം, വരച്ച് വയ്ക്കാം. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിലും ഇതിൻ്റെ സ്കീമാറ്റിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ബോർഡൊക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക, അത് വരച്ച് പഠിക്കുക, എക്സാമിനേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ പിൻസ് യൂസ്ഡ് the most when connecting external sensors, and these pins can be configured for either input or output, and these pins default to an input state, and the digital input, the pins will have one of the two values, high 1 which is 5 volt or low 0 which is 0 volt. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹൈ എന്ന് പറയുന്നത് 1 അഥവാ 5 വോൾട്ടും ലോ എന്ന് പറയുന്നത് 0 അഥവാ 0 വോൾട്ടുമാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഈ പിന്നുകൾ കണക്ടറിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം.
ഇവിടെ തന്നെ നമുക്ക് കാണാവുന്നത് അനലോഗ് ഡിജിറ്റൽ പിൻസ് ഉണ്ട്, ഡിജിറ്റൽ IO പിൻസ് ഉണ്ട്, കൂടാതെ പൾസ് വിഡ്ത്ത് മോഡുലേഷനുള്ള പിൻസ് ഉണ്ട്. കൂടാതെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അനലോഗ് പിൻസ് കാണാം, അനലോഗ് ഇൻപുട്ടുകൾ കൊടുക്കാം, സെൻസേഴ്സ് കണക്ട് ചെയ്യാം. കൂടാതെ നമുക്ക് ഇവിടെ റിസെറ്റിന് ആവശ്യമുള്ള പിന്ന് കാണാം. അതുപോലെ VCC ഗ്രൗണ്ട്, അതായത് എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള പവർ ഇവിടുന്ന് എടുക്കാനും പറ്റും, മൊഡ്യൂൾസിലേക്കുള്ള പവർ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനും കഴിയും. ഇത്തരത്തിൽ ഒരു മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ബോർഡാണ് അർഡിനോ യുനോ ബോർഡ്. ഇതിൽ ഉപയോഗിക്കുന്ന ഈ മൈക്രോ കൺട്രോളറിൻ്റെ പേരാണ് അറ്റ്മെഗ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് മൂവ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന കുറച്ചുകൂടെ പോർഷനുള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് എനിക്ക് കവർ ചെയ്യാനേ ഉള്ളൂ. അത് കവർ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടാൽ മതി. ഇന്ന് നേരിട്ട് വരുന്നവർക്ക് ഇതിൻ്റെ ക്ലാസ്സും ലഭ്യമായിരിക്കും. മറ്റേതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം ഇന്നുണ്ട്. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.